അപ്പൂട്ടന്റെ രോഗം മാറിയില്ലേ? എന്റെ രോഗം മാറണമെങ്കിൽ അമ്പിളി വിചാരിക്കണം. അപ്പൂട്ട, ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു. നിക്കട്ടെ, എന്റെ ആശുപത്രിയല്ലേ, കാത്തു നിൽക്കട്ടെ. അമ്പിളിക്ക് എന്നെ കഴിഞ്ഞല്ലേ ഉള്ളൂ എല്ലാവരും. അപ്പൂട്ടൻ എന്താ വേണ്ടത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്പിളി, എന്താന്ന് വെച്ചാ പറ അപ്പൂട്ട. രോഗികളെ വലയ്ക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്നെ വലയ്ക്കരുത്. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എത്രയും പെട്ടെന്ന് ഇത് നടത്തണം. എന്ത് നടത്തണം? നമ്മുടെ കല്യാണം. അമ്പിളിക്ക് ഇഷ്ടമാണെന്നറിയാം, എന്നാലും അതല്ലല്ലോ എന്റെ മര്യാദ. അമ്പിളി ഒന്ന് മൂളിയാ മതി, മുഹൂർത്തം കുറച്ച് പന്തല് കെട്ടാം. ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. എന്താ അമ്പിളി? അപ്പൂട്ട, എന്റെ കല്യാണമൊക്കെ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറാ, മിടുക്കൻ, കാണാനും മോശമല്ല, നല്ല സ്വഭാവം. പിന്നെ രണ്ടുപേരും ഡോക്ടറാണെന്നല്ലേ ചേർച്ച. അതല്ലേ അപ്പൂട്ട നല്ലത്? ശ്വാസം വലിച്ചുവിടും. എഴുന്നേക്ക്, എണീക്കാൻ. എണീക്കണ പുല്ലേ. അപ്പൂട്ട, എന്താ ഇത്? എന്താടാ നിനക്ക് അസുഖം? നെഞ്ചുവേദന. ആഹാ, വേറെ എവിടെ നിനക്ക് വേദനയില്ലേ? ഈ വക കേസൊക്കെ അങ്ങ് സർക്കാർ ആശുപത്രി കാണിച്ചാ മതി. ഓടാ, പോ 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 ഓടാ. അപ്പൂട്ടൻ എന്താ ഈ കാണിച്ചേ? പിന്നെ ഈ ചെറുപ്പക്കാരെ തൊട്ടും പിടിച്ചുള്ള ചികിത്സയൊന്നും പാടില്ല അമ്പിളി. കാലസ്ഥിതി വളരെ മോശ. അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഞാനൊരു ഡോക്ടറാ. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും പെണ്ണാണോ സൂക്ഷിക്കണം. അവന്റെ മുഖം കണ്ടാൽ അറിയില്ല അവനൊരു അസുഖമില്ലെന്ന്. പിന്നെന്താ, ചെറുപ്പക്കാരിയായ ഡോക്ടറല്ലേ, ഒന്ന് തൊടുക പിടിക്കുക, ഒരു രസം അത്ര തന്നെ. കൊല്ലും ഞാൻ. ഇക്കണക്കിന് അപ്പൂട്ടനൊരു വിവാഹം കഴിച്ചാ ഭാര്യയെ പർദ്ദയിട്ട് നടത്തിക്കുമല്ലോ. ആ, ആവശ്യം തോന്നിയാ അതും ചെയ്യും. അപ്പൂട്ടൻ ഇത്രയ്ക്ക് ശുദ്ധഗതിക്കാരനായി പോയല്ലോ. ആ, പേഷ്യൻസ് ഒരുപാട് നിൽക്കുന്നു, ഞാൻ അവരെ നോക്കട്ടെ. അല്ല, എനിക്ക് അമ്പിളിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴോ? എന്നാ പറഞ്ഞോളൂ. ഡോക്ടർ, ആ ട്രിപ്പ് കൊടുത്ത പേഷ്യന്റ് ഷിവറിങ്ങാ. സോറി ട്ടോ. ഓ, ഒരു മുടിഞ്ഞ ഷുഗറി. കേട്ടോ. ഓ, പൊറോട്ട മട്ടൻ റെഡിയായോ? ഓക്കെ, റെഡിയായി മക്കളെ. ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. വാ വാ, എല്ലാം എടുത്തോ, ഇപ്പൊ വരാം. ചെല്ല് ചെല്ല്. ഇന്ന് അഹമ്മദ് കുട്ടിയുടെ മോളെ പച്ചക്കിളി വന്നില്ലേ സരോണി ചേച്ചി? എനിക്കറിയില്ല. നല്ല ബ്ലൗസാ. ഒന്ന് പോകുന്നുണ്ടോ? ഓ, ചേച്ചി വലിയ ദേഷ്യത്തിലാ. വാടേ, നമുക്കൊന്ന് കാണണം. എല്ലായിടത്തും പുരോഗമനവും കാര്യങ്ങളും ഒക്കെ ആയി. താമരക്കുളത്ത് മാത്രം ഇതാ പരിഷ്കാരം. ഈ കട ഇവിടെ നിന്ന് മാറ്റിയാലോ? ചമ്മിയല്ലോടെ, പൊറോട്ടയും മട്ടൻ കഴിക്കുമ്പോ അത് മാറും. എന്റെ കടയിൽ അങ്ങനെ പലരും വരും. അവര് നമ്പ്യാരുടെ ആൾക്കാരാ, എനിക്ക് പിണക്കാൻ പറ്റില്ല. നമ്പ്യാരുടെ കാശ് കൊണ്ട് തുടങ്ങിയതാ. അതൊന്നുമല്ല, അപ്പൂട്ടിനെ പറ്റിച്ച പണം. എന്താണ് പറഞ്ഞത്? നോത്തേ. അവളൊന്നും പറഞ്ഞില്ല. പറ്റുമെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മനസ്സില്ല, എനിക്ക് അവരെ വേണമടി. നിന്റെ പശുക്കറവ് നിർത്തിച്ചതും തയ്യക്കടയിലെ പണി വേണ്ടാന്ന് കേൾപ്പിച്ചതും ഈ വീട് വാടകയ്ക്ക് എടുത്തതൊക്കെ ആ നമ്പ്യാരുടെ പണം കൊണ്ടാ. അയാളെ വെറുപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ആഹാ, നീ ഒരുപാട് അധ്വാനിക്കുന്നു എന്ന് കേട്ടു. ആർക്കാരും വേണ്ടി പണി എടുത്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ കാര്യം കൂടെ നോക്കണം. ഞാൻ കഷ്ടപ്പെടുന്നത് ആർക്കാനും വേണ്ടിയല്ലല്ലോ, ആസ്പത്രിക്ക് വേണ്ടിയല്ലേ, അപ്പൂട്ടിന് വേണ്ടിയല്ലേ. ആ കടപ്പാട് മറക്കാൻ പറ്റുമോ? നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അവൻ ആശുപത്രി കെട്ടി. ഡോക്ടർ ഇല്ലാതെ ആശുപത്രിയാവൂ? അങ്ങനെ രാവുണ്ണിയുടെ മോളെ വെച്ച് അവൻ കാശുണ്ടാക്കണ്ട. കടന്നു വന്ന വഴി എനിക്ക് മറക്കാൻ കഴിയില്ല. അതാ എനിക്കും പറയാനുള്ളത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടവരാ. പട്ടച്ചാരായത്തിൽ നിന്ന് ഞാൻ ഇന്ന് സ്കോച്ച് വരെ എത്തി. വീണ്ടും ചാരായത്തിൽ എത്തിക്കരുത്. ഒരുത്തിയും കൂടെ ഉണ്ട്, ആ ഓർമ്മയുണ്ടാവണം. നന്ദികേട അമ്മ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കല്ലേ? എന്താ അമ്മ ഇത്? അപ്പൂട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത് നെറികേടല്ലേ? എന്താ അച്ഛന്റെ ഉദ്ദേശം? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൂട്ടിനെ മറന്നാ ദൈവം പൊറുക്കൂല, അതമ്മയ്ക്കറിയാം. പക്ഷെ നിങ്ങളുടെ അച്ഛൻ, അയാളെ എനിക്ക് പേടിയാ. എതിർക്കാനുള്ള ശക്തി അമ്മയ്ക്കില്ല മക്കളെ. നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നും എനിക്കറിയാം. നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചെറ്റേ. കോഴിക്കാടാ, ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ. ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത്? തെണ്ടി.
എടാ എമ്പോക്കി, ഞാൻ കോണവും കൊടുത്ത് നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല. എന്നോടാണോ നീ? ഇനിയും നിന്നെ വേഷത്തിൽ നടത്തിക്ക. അപ്പൊ എന്റെ അരയില് പുളിയിലക്കര മുണ്ടായിരിക്കൂടാ പുല്ലേ. എടാ നിന്നെ ഞാൻ അപ്പൂട്ടാ, ശരീരം നോക്കണം. എന്തുണ്ടെങ്കിലും നമ്പ്യാരെ അറിയിക്കണം. ഞാനുണ്ട് കൂടെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്നാ പോട്ടെ മോനെ. ഓ ശരി ശരി ശരി. ആ രാമൻകുട്ടിയെ, കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സാമാന്യം തെറ്റില്ലാതെ പോകുന്നു. അയ്യോ ജൗന്യത, വൈകുന്നേരം അപ്പോഴൊന്ന് കണക്ക് കൊടുക്കേണ്ടതാ. വിട്. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നത്? ഇങ്ങോട്ട് തരുന്നുണ്ടോ? വിടാൻ. ഇത് രാവുണ്ണിക്ക് തയ്ക്കുന്ന കാശാ. പോടാ. പോകാവോടൂ. പോവാം. അപ്പൂട്ടനെപ്പോ നോക്കിയാൽ ആശുപത്രിയിലാണല്ലോ. അതത്ര ശരിയല്ല, എനിക്കിഷ്ടമല്ല. എന്തായിരുന്നു അച്യുതൻ നമ്പ്യാരുമായ ഒരു വർത്തമാനം? ഒരു കുശലാന്വേഷണം. ഞാനും നമ്പ്യാരും വലിയ സുഹൃത്തുക്കളാ. ആ, ക്ഷേമാന്വേഷണം കുറച്ചൊക്കെ ഞാനും കേട്ടു. ഇപ്പൊ വേദനയുണ്ടോ? അയ്യോ, ഭയങ്കര വേദനയാ. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരുമല്ലേ? അത് നിശ്ചയിക്കേണ്ടത് രോഗിയില്ലല്ലോ. ഇപ്പൊ അപ്പൂട്ടന് ഒരു കുഴപ്പമില്ല. എന്തിനെങ്ങനെ വഴക്കം തല്ലൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ആരോടും വഴക്കം തല്ലൊന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യാ? അതൊക്കെ നിർത്തണം. അപ്പൂട്ടൻ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇനി അതങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നീട്ടരുതെന്നാ ഞാനും പറയുന്നേ. എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ദോഷങ്ങളെ സമൂഹം ശ്രദ്ധിക്കൂ. എത്ര സ്വത്തുണ്ടായാലും കുടിയും തല്ലും ഒക്കെ ഉണ്ടെന്ന് കേട്ടാ ഏത് പെൺകുട്ടി ഒന്ന് അറയ്ക്കും. അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ വൈകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാ അപ്പൂട്ടനനുസരിക്കോ? എന്നാ എനിക്ക് വാക്ക് തരണം. ഇനി കുടിക്കാനും തല്ലുകൂടാനും പോവരുത്. പോവൂ? ഇല്ല. സത്യം? സത്യം. എന്റെ മൗനരാഗമിന്നു നീ അറിഞ്ഞു, തെളിഞ്ഞു വിണ്ണിലമ്പിളി. സമയം എത്രയെന്നറിയോ? രാത്രി 10 മണി. 10 മണിയായിട്ട് അമ്പിളി വീട്ടിൽ പോയില്ലേ? എങ്ങനെ പോകാൻ? വൈകുന്നേരം ഒരുപാട് OP ഉണ്ടായിരുന്നു. IPയിലും 2 പേഷ്യൻസിന് പ്രശ്നമുണ്ട്. എന്റെ പണി ഇപ്പോഴാ കഴിഞ്ഞത്. വീട്ടിൽ പോണം. അപ്പൂട്ടൻ കൊണ്ട് വിടണം. അതിനെന്താ, ആവാലോ. അപ്പൂട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, വേഗം പറഞ്ഞോളൂ. അപ്പൂട്ടനായിട്ടത് മനസ്സിലാക്കുന്ന ഞാൻ കരുതിയത്. മനസ്സിലാക്കിയല്ലോ. എന്നാലും അമ്പിളിയായിട്ടത് പറയട്ടെന്ന് കരുതിയ. എന്തിനാ ഞാൻ പറയുന്നേ? എന്നും കാണുന്നതല്ലേ. പേഷ്യൻസിന്റെ തിരക്ക് കൂടിക്കൂടി വരിക. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൂടെ നിയമിച്ചാലേ പറ്റൂ. ആയിക്കോട്ടെ, ഒരു പെണ്ണ് ഡോക്ടറെ കൂടി വെക്കാം. ആരാന്ന് വെച്ചാൽ അമ്പിളി തീരുമാനിച്ചോളൂ. ഇനിയും പെൺ ഡോക്ടർ വേണ്ട, ഞാനുണ്ടല്ലോ. ഒരു മെയിൽ ഡോക്ടറാണ് ആവശ്യം. എന്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടർ നമ്പൂതിരിയുണ്ട്. മിടുക്കനാ. ജോലിയൊന്നും ആയിട്ടില്ല. അയാളെ വരുത്താം. ഓ, സ്വപ്നത്തിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അയാളായിരിക്കും. വരുത്തട്ടെ. അത് എന്താ മോളെ ഇത്ര വൈകിയത്? ഒരു രോഗിക്ക് ഡ്രിപ്പ് കൊടുത്ത് കിടത്തിയിരിക്കായിരുന്നു. അപ്പൂട്ടനുണ്ടായിരുന്നോണ്ട് സമാധാനായി. ഓട്ടെ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എന്താണ് ഇപ്പൊ വന്നതേ ഉള്ളോ? പണി ഉണ്ടായിരുന്നു. ആ, രാത്രിയിൽ ഇവനോടൊപ്പമുള്ള യാത്രയൊന്നും വേണ്ട. മറ്റാരും അല്ലല്ലോ, അപ്പൂട്ടനല്ലേ. അവനെ നിനക്ക് അറിയില്ല. പെണ്ണും പിടക്കോഴിയൊന്നും കിട്ടാത്തവനാ. പഠിപ്പിച്ചതിന്റെ കണക്കും പറഞ്ഞ് നാളെ നിന്റെ കെട്ടണമെന്നും പറഞ്ഞ് വന്നാലോ? അപ്പൂട്ടൻ എനിക്കറിയാം. അങ്ങനെയൊന്നും പറയില്ല, ചിന്തിക്ക് പോലുമില്ല. ഓ, ഇനി പെണ്ണിന് അങ്ങോട്ട് പ്രേമം വല്ലതും മൂത്തിട്ടുണ്ടോ? ദൈവത്തെ ആരും പ്രേമിക്കില്ല, ആരാധിക്കുള്ളൂ.